വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോയാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സലിം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. ഒരു 2-3 ദിവസം മഴയൊന്നും മാറി നിന്നിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഏതെല്ലാം പ്രദേശങ്ങളിലാകും കൂടുതൽ ശക്തമായ മഴ പെയ്യുക? അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത എവിടെയെല്ലാം? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത ക്രിസ്റ്റീന. അതിശക്തമായ മഴ ഇന്ന് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് മഴ മാറി നിന്നതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പലയിടങ്ങളിലും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും സമാനമായ രീതിയിൽ മഴ തുടരും എന്നുള്ളതാണ്. അത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിന് കൂടി സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളോടും തീരദേശവാസികളോടും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന അവസാന 3 മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷത്തിന്റെ ഭാഗമായി അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാനുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സ്മിത ക്രിസ്റ്റീന. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അടുത്ത ഒരാഴ്ച ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശമാണ് സലീം റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെതിരെയുള്ള വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് മൊഴിയെടുത്തേക്കും. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയാ ഉപകരണ ഭാഗം കാണാതായി എന്ന അന്വേഷണ സമിതി റിപ്പോർട്ടിന്റെ ഭാഗമായാണ് ഡോക്ടർ ഹാരിസിന്റെ മൊഴി രേഖപ്പെടുത്തുക. മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായ ഉപകരണം അപകടം പിടിച്ചതെന്നും അതിനാൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയിരുന്നു. ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും KGMCTA-യുടെയും തീരുമാനം. ചേർത്തലയിലെ തിരോധാനങ്ങൾ. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ഇന്നും തെളിവെടുപ്പ് തുടരും. പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റ്യന്റെ വീട്ടിലാണ് ഇന്നത്തെ തെളിവെടുപ്പ്. വീടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയ്ക്കടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന സംശയവും ഉണ്ട്. അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ ഗ്രാനൈറ്റ് പാകിയ തറയിൽ അവിടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന സംശയം അത് ബലപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ. ഇന്ന് എവിടെയാണ് ഈ തെളിവെടുപ്പ് നടക്കുക? കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് സ്മിത കൃഷ്ണൻ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം ഇതുവരെ ആ വീട്ടിലൊരു പരിശോധന നടത്താനായിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയം സ്വദേശിനിയായ അതിരമ്പുഴ സ്വദേശിനിയായ ജയനമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണത്തിന് ശേഷവും അത്തരത്തിലൊരു പരിശോധന വീട്ടിൽ നടത്താനായിരുന്നില്ല. ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ കണ്ടെത്താനായത് വളരെ കുറച്ച് അസ്ഥിഭാഗങ്ങൾ മാത്രമാണ്. അത് തലയോട്ടിയുടെയും ഒപ്പം കാലിൻ്റെ ചില ഭാഗങ്ങളും മാത്രമാണ് കണ്ടെത്താനായത്. അവശേഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങൾ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള നിർണായകമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒപ്പം ഈ മൃതദേഹം കത്തിച്ചത് എവിടെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലും ഇതുവരെ ഒരു വ്യക്തതയില്ല. അതിനിടെയാണ് അയൽവാസികളടക്കം പറയുന്ന ഒരു കാര്യം, വീടിനകത്ത് പുതിയതായി ഗ്രാനൈറ്റ് പാകിയ ഒരു മുറിയുണ്ട്. ആ മുറിക്കുള്ളിൽ ഗ്രാനൈറ്റിനടിയിൽ എന്താണുള്ളത് എന്നുള്ള ഒരു
പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെ ആൾതാമസം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗ്രാനൈറ്റ് പാകിയത്. അപ്പോൾ അതിനടിയിൽ എന്തോ ദുരൂഹമായി ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ചും വിശ്വസിക്കുന്നുണ്ട്. അത് തുറന്നുള്ള പരിശോധനയും ഉണ്ടാകും. പക്ഷേ അത് ഇന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നെന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ചാണ് സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്ത് വീട്ടിലെത്തുക. അവിടെ തെളിവെടുപ്പ് എന്നുള്ള നിലയിലാണ് ആദ്യം എത്തുന്നത്. ജയനുമ കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പാണ്. മറ്റ് തുറന്ന പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. അതുകൊണ്ട് അത് നാളെയോ മറ്റന്നാളോ ഉണ്ടാവാനാണ് സാധ്യത. ഇന്നിപ്പോൾ കെടാവർ നായ അടക്കം ഈ വീട്ടിലെത്തിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ആസൂത്രണം ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ വീടിന് സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കെടാവർ നായയെ കൊണ്ട് കണ്ടെത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായൊരു ദിവസമായി ഇന്ന് മാറുകയാണ്. അശ്വിൻ പാലാഴയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. സിനിമാ കോൺക്ലേവ് പൂർത്തിയായതിനു പിന്നാലെ സിനിമാ നയരൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ സർക്കാർ. ജനുവരിക്കുള്ളിൽ സിനിമാ നയം രൂപീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കോൺക്ലേവിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കുക, അതാണ് ആദ്യപടി. സിനിമാ സംഘടനകൾ നയരൂപീകരണത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. നയരൂപീകരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സംഘടനകളുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. 3 മാസത്തിനുള്ളിൽ സിനിമാ നയമുണ്ടാകുമെന്ന് KSFDC ചെയർമാൻ കെ മധു. അതിനുള്ള ശ്രമങ്ങൾ ഒട്ടും വൈകാതെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിയാത്മകമായ ചർച്ചയിലൂടെയാണ് കോൺക്ലേവ് പൂർത്തിയായതെന്നും കെ മധു 24നോട് പറഞ്ഞു. സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വലിയ ശ്രമകരമായ ദൗത്യമായിരുന്നു ഇത് സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് വളരെ നല്ല നിലയിൽ തന്നെ നടന്നു എന്നാണ്. ഇത് 2 ദിവസവുമായി ഇവിടെ നടന്ന കോൺക്ലേവ് വളരെ ക്രിയാത്മകമായ ചർച്ചയിലൂടെ മുമ്പോട്ട് പോയി. അതിനെല്ലാം വ്യക്തമായ മറുപടി മിനിസ്റ്റർ പറയുകയും ചെയ്തു. എന്തായാലും മിനിസ്റ്ററുടെ മറുപടിയിൽ ഒരു കാര്യം ഉറപ്പിച്ചു പുള്ളി പറഞ്ഞു, എന്ത് കാരണവശാലും ഇവിടെ വന്നിരിക്കുന്ന ചർച്ചകൾ ഇതൊരു കരട് രൂപമാണ്. ഈ ചർച്ചകളെപ്പറ്റി വിശദമായി സംസാരിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കും എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത് ഷായി സാറാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത്. ഞാൻ ചെയർമാൻ ആയി വന്നതിന് ശേഷമുള്ള KSFDC ചെയർമാനായിട്ട് ഞാൻ ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ സിനിമ പരിപാടിയാണിത്. ഇത്രയും മനോഹരമായി വിജയിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എന്തായാലും ഈ സർക്കാരിൻ്റെ ഒരു നൂതന ആശയം ഇത്രയും ഫലവത്താക്കിയ സിനിമാ പ്രവർത്തകരോടും മറ്റുള്ള എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. അത് എന്തായാലും ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. ഈ KSFDCക്ക് ഉൾപ്പെടെ വിമർശനം ഉണ്ടായിരുന്നത് ഈ ഓപ്പൺ ഫോറത്തിൽ ഉൾപ്പെടെ ഈ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിനെല്ലാം മിനിസ്റ്റർ മറുപടി പറഞ്ഞല്ലോ. എല്ലാ കാര്യത്തിനും മിനിസ്റ്റർ മറുപടി പറഞ്ഞു. ഇനിയും അതിൽ കൂടുതലായിട്ട് പറയണമെങ്കിൽ ഇനി ഞങ്ങൾ ഒന്നിച്ച് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയണം. അപ്പോൾ ഈ കോൺക്ലേവിൽ ഉയർന്നു വന്ന ആശയങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഒരു നയമായി, സിനിമാ നയമായി മാറുമോ? 3 മാസത്തിനകം എന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. 3 മാസത്തിനകം അത് ഒരു രൂപരേഖയാക്കി നയമാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിനുള്ള ചർച്ചകൾ ഒട്ടും വൈകാതെ തന്നെ ഒട്ടും വൈകാതെ. എന്തായാലും വളരെ സന്തോഷം. സിനിമാ കോൺക്ലേവ് വേദിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധം ശക്തം. സ്ത്രീകളും ദളിത് വിഭാഗക്കാരുമായതുകൊണ്ട് മാത്രം സിനിമ നിർമ്മിക്കാൻ സർക്കാർ പണം നൽകരുതെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശം. പരാമർശത്തെ തള്ളി സിനിമാ മേഖലയിൽ നിന്നു തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വേദിയിൽ വെച്ച് അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യായീകരിക്കുകയായിരുന്നു. ചലച്ചിത്ര മേഖലയിൽ നിന്ന് നിരവധി പേരാണ് അടൂർ ഗോപാലകൃഷ്ണനെ തിരുത്തി രംഗത്തെത്തി. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ദിതി ദാമോദരൻ. ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരെന്ന് മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന കസേരകളിലിരിക്കുന്ന പലരും കരുതുന്നെന്ന് അവർ പറഞ്ഞു. ആ മനോഭാവത്തിന്റെ മൗത്ത് പീസാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും ദിതി ദാമോദരന്റെ വിമർശനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ശ്രീകുമാരൻ തമ്പി പരിഹസിച്ചെന്നും ദിതി ദാമോദരൻ വിമർശിച്ചു. സിനിമാ കോൺക്ലേവിലൂടെ എല്ലാത്തിനും അവസാനമായി എന്ന് കരുതുന്നില്ലെന്നും ഇനിയും പോരാട്ടം തുടരുമെന്നും ദിതി ദാമോദരൻ 24നോട് പറഞ്ഞു. സലിം മാലിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. സിനിമാ കോൺക്ലേവിന് ശേഷം ഇപ്പോൾ ദിതി ദാമോദരൻ 24നൊപ്പം ചേരുകയാണ്. നിങ്ങൾ നടത്തിയൊരു പോരാട്ടമാണ് ശരിക്കും കോൺക്ലേവിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വേദിയിൽ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞതുമാണ്. ഈ കോൺക്ലേവിന് ശേഷം എന്ത് ഫീലിംഗ് ആണുള്ളത്? കാരണം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോയോ, അതല്ല ചർച്ചകൾ ഏകപക്ഷീയമാകുന്ന സാഹചര്യമുണ്ടാകും? എന്താണ് ഒരു തോന്നൽ? ചർച്ച ഉണ്ടാവുക എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനം. ചർച്ച ഉണ്ടായി. ചർച്ചകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ഡെമോക്രാറ്റിക് ആവുക എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇതൊരു ഡെമോക്രാറ്റിക് സ്പേസ് ആണ് എന്നും ഇവിടെ നമ്മൾ മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിധം അസംഖ്യം ശബ്ദങ്ങൾ, അത് WCC മാത്രം ഉന്നയിച്ചതല്ല, പലതും ഒരേപോലെയുള്ള ആവശ്യങ്ങളായിരുന്നു. പോളിസീൻ്റെ മുമ്പിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു. ഗവൺമെൻറ്റിന് പല കുറി നമ്മൾ എഴുതി കൊടുത്തതായിരുന്നു. അതിലുണ്ടായ ഒരു പോസിറ്റീവായിട്ടുള്ള എലിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ
അത് ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. നമ്മൾ പറഞ്ഞതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും ആയ കാര്യങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുവെന്നും അത് പരിഹാരം കാണേണ്ടതാണ് എന്നുമൊക്കെ ഇവിടെ ചർച്ച ചെയ്തപ്പം നമുക്ക് പോസിറ്റീവായിട്ടാണ് തോന്നി. എന്ന് വിചാരിച്ച് ഇതിനെല്ലാത്തിനും അവസാനമായി എന്നില്ല. കാരണം ഈ യാത്രക്കിടയിൽ വളരെ നിന്നുപോയ സ്റ്റാഗ്നൻ്റായ മരവിച്ച് കിടന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പോലും 4.25 കൊല്ലം അതെങ്ങനെയാണ് തഴയപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇതേപോലെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാവുമായിരുന്നു. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലതാമസം അത് ഈ ഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം അത് പുറത്തുവിടുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ പിന്നീട് ഒരു സിനിമാ കോൺക്ലേവിലേക്ക് എത്തുന്ന കാര്യത്തിലാണെങ്കിലും ശരി, വല്ലാതെ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ സിനിമാ നയം രൂപീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ സ്വാഭാവികമായും അങ്ങനെ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. കാരണം നമ്മൾ അങ്ങനെയാണ് ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് നമ്മളിവിടെ തന്നെ ഉണ്ടാവും എന്നതിൻ്റെ തെളിവായിട്ടാണ് വീണ്ടും അന്ന് ഉന്നയിച്ച ആവശ്യങ്ങളുടെ പുറകെ ഇന്ന് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പിന്നെന്തുണ്ടായി എന്ന് ശ്രീകുമാരൻ തമ്പി സാർ പോലെ ഒരാൾ ചോദിച്ചു. അത് എല്ലാ മീഡിയയും പൊതുജനങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പോലീസ് കാവലിൽ TP കേസ് പ്രതികളുടെ മദ്യപാനത്തിൽ വിമർശനവുമായി KK രമ MLA. നടന്നത് ഗുരുതരമായ കൃത്യവിലോപം. പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിന് ഒത്താശ ചെയ്യുന്നത്. പ്രതികളെ ജയിലിൽ നിന്ന് ഇറക്കുമ്പോഴും തിരിച്ചു കയറ്റുമ്പോഴും വൈദ്യപരിശോധന നടത്തണം. ഇതൊന്നും നടക്കുന്നില്ലെന്നും KK രമ 24-നോട് പറഞ്ഞു. വളരെ ഗുരുതരം കൃത്യവിലോപങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിലിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികള് പുറത്തു കൊണ്ടുപോകുമ്പോൾ പോലീസ് പുറത്തു കൊണ്ടുപോകണം. അവർ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കേസിൽ ഇത്ര വളരെ കൃത്യമായി വന്നിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഇക്കാര്യത്തിൽ അടിയന്തരമായി FIR ഇടുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്. പക്ഷെ അതിനെ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വീണ്ടും ഇത് തുടരും എന്ന് നമുക്കറിയാം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഗുരുതരമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട്. പോലീസിന്റെ ഒത്താശയോടെയായിരുന്നു മദ്യപാനം. അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ തണൽ പിടിച്ച് ഇത്തരം പ്രതികൾ അവരുടേതായ സ്വൈര്യ വിഹാരം നടത്തുന്നു ജയിലിനുള്ളിലും എന്നാണല്ലോ ഇപ്പോൾ KK രമ MLA പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. തീർച്ചയായും അത്തരം വാക്കുകളാണ് KK രമയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് TP കേസ് പ്രതികളുടെ മദ്യപാനം നടന്നിരിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇത്തരമൊരു വേളയിലാണ് TP ചന്ദ്രശേഖരന്റെ ഭാര്യയും അതുപോലെ വടകര MLAയുമായിട്ടുള്ള KK രമയുടെ വിമർശനം വന്നിരിക്കുന്നത്. നടന്നിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ പുറത്തു കൊണ്ടുപോകുമ്പോഴും അവരെ തിരിച്ചു കയറ്റുമ്പോഴും പാലിക്കേണ്ട നിരവധി നിയമങ്ങളുണ്ട്. അവരുടെ വൈദ്യപരിശോധന നടത്തണം. അതുപോലെ തന്നെ മദ്യപിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ പ്രത്യേകം സെല്ലിൽ മാറ്റണം. അവർക്ക് പരോൾ അനുവദിക്കാൻ കഴിയില്ല. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത്തരം ഒരു കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ 17-ാം തീയതി ഈ സംഭവം നടക്കുന്നു. 21-ന് കൊടിസുനിക്ക് പരോൾ ലഭിക്കുകയും ചെയ്യുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനയൊന്നും ഇവിടെ നടക്കുന്നില്ല. മാത്രമല്ല, മദ്യം യഥേഷ്ടം ഇവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ഗുരുതരമായ കാര്യമാണ്. കണ്ണൂർ ജയിലിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ തന്നെയാണ് എന്ന കാര്യവും KK രമ വ്യക്തമാക്കുന്നു. കൂടാതെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്. മറ്റൊരു കേസിലെ പ്രതികൾക്കും ലഭിക്കാത്ത സൗകര്യങ്ങളാണ് TP കേസിലെ പ്രതികൾക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ലഭിക്കുന്നത് എന്നും KK രമ ചോദിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നു. പക്ഷേ ഇതുവരെയും ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, പോലീസിന് മാത്രമല്ല ഇതിലെ ജയിൽ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി ഈ വിഷയത്തിൽ പങ്കുണ്ട്. അവരുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യണം, ബന്ധപ്പെട്ടവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്ന കാര്യം കൂടി KK രമ ആവശ്യപ്പെടുന്നുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഗുരുതരമായ കൃത്യവിലോപങ്ങൾ നടക്കുമ്പോഴും ഇതിൽ കൃത്യമായ കർശനമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണിപ്പോൾ KK രമ MLAയുടെ വിമർശനം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യത. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം. പാർലമെന്റിന് പുറത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധം നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പരസ്യമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും വിഷയം ചർച്ചയാക്കാൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. US താരിഫ് വിഷയവും സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം അരുൺ ജെയ്റ്റ്ലിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഭരണപക്ഷം ആയുധമാക്കും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും പെൺകുട്ടികളെയും ആക്രമിച്ച ബജ്രംഗ് ദൾ നേതാക്കൾക്കെതിരെ പരാതി നൽകി പെൺകുട്ടികൾ. ബജ്രംഗ് ദൾ നേതാവായ ജ്യോതി ശർമ്മ അടക്കമുള്ളവർക്കെതിരെയാണ്
ഓർച്ച പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ഓർച്ച പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും എന്നാണ് സൂചന. നേരത്തെ നാരായൺപൂർ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചിരുന്നു. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് കത്തോലിക്ക സഭയുടെ തീരുമാനം. കേസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റിലും ഉന്നയിക്കും. കേരള സർവകലാശാലയിലെ VC രജിസ്ട്രാർ പോരിൽ ചാൻസലർ ഇന്ന് ഹൈക്കോടതിയിൽ മറുപടി അറിയിക്കും. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തന്റെ ജോലി തടസ്സപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് മറുപടി നൽകുക. വൈസ് ചാൻസലറും മറുപടി നൽകും. സർവകലാശാലയിൽ രജിസ്ട്രാറും വൈസ് ചാൻസലറും പൂച്ചയും എലിയും കളിക്കുകയാണ് എന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി പരിഹസിച്ചിരുന്നു. കേരള സർവകലാശാലയിലെ അധികാര തർക്കത്തിൽ സർവകലാശാലയും വൈസ് ചാൻസലറും ഹൈക്കോടതിയിൽ ഇന്ന് വിശദീകരണം നൽകും. കോടതി നിയമ നടപടിക്കൊപ്പം ക്രിമിനൽ കേസുകളും VCയും സിൻഡിക്കേറ്റും രജിസ്ട്രാറും നൽകിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് റൂമിലേക്ക് അതിക്രമിച്ചു കയറി പ്രശ്നമുണ്ടാക്കി എന്നാണ് കോൺഗ്രസ് BJP അനുകൂല ജീവനക്കാർക്കെതിരായ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പരാതി. സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാനില്ലെന്ന് കാണിച്ചാണ് രജിസ്ട്രാർ KS അനിൽകുമാർ പരാതി നൽകിയിട്ടുള്ളത്. VCയുടെ നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരായാണ് രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന്റെ പരാതി. കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഇന്ന് തുടരും. 11 മുതൽ 13 വരെയുള്ള സ്പോട്ടുകളിലാണ് ഇനി പരിശോധന നടത്തേണ്ടത്. ഈ സ്പോട്ടുകൾക്ക് പുറമെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് സാക്ഷിയുടെ മൊഴി. എന്നാൽ ഇവിടെ ഉടൻ പരിശോധന നടത്തുമോ എന്ന് വ്യക്തമല്ല. അതിനിടെ എല്ലാ സ്പോട്ടുകളിലും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി കാണാതായ അനന്യ ഭട്ടിന്റെ മാതാവ് രംഗത്തെത്തി. സുജാത ഭട്ടിന്റെ അഭിഭാഷകർ ഇക്കാര്യം SITയെ അറിയിക്കും. SKN40യുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയ്ക്ക് ഉജ്ജ്വല തുടക്കം. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്നതാണ് 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഫ്ലവേഴ്സിന്റെ പിന്തുണയോടെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന വലിയ മുന്നേറ്റത്തിന് രാഷ്ട്രീയ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി പിന്തുണച്ച് രംഗത്തെത്തുകയാണ്. ഈ ക്രിമിനലുകളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ കടന്നു പോകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി തീരുമാനിച്ചാൽ ജനങ്ങളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പിന്തുണയുണ്ടെങ്കിൽ ഈ അവസാന നാരായ പേരും ഈ രാസലഹരിക്കാരനെ നമുക്ക് അറുത്തു വീഴ്ത്താൻ കഴിയും. വലിയ ലക്ഷ്യം, ഒത്തൊരുമിച്ച പോരാട്ടം. ലഹരി എന്ന മഹാവിപത്തിനെ കേരള മണ്ണിൽ നിന്ന് തുടച്ചെറിയാൻ ആരംഭിച്ച SKN40യുടെ രണ്ടാം ഘട്ടം ജ്യോതിർഗമയയ്ക്ക് വൻ ജനപിന്തുണ. വിദ്യാലയങ്ങളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് 24 സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമായപ്പോൾ വിദ്യാർത്ഥി പിന്തുണയുടെ വലിയ വേദിയായി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂൾ മാറി. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിന്റെ ചീഫ് എക്സിക്യൂട്ടീവുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി രണ്ടാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. SKN40 ആദ്യഘട്ടത്തിന്റെ യാത്രാനുഭവങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിനെ മുഖ്യമന്ത്രി അതിഗൗരവമായാണ് സമീപിച്ചതെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അതെടുത്തത്. ജ്യോതിർഗമയയ്ക്ക് ആശംസകൾ നേർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. വായനയിലൂടെ, അറിവിലൂടെ, ആ അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമായിരിക്കണം നമ്മുടെ ലഹരി. നമ്മളെ ലഹരി ഇനി അതിന് നമ്മൾ അടിമപ്പെടില്ല. നമുക്ക് പരിചയമുള്ള ഒരാളെയും അതിൻ്റെ അടിമയാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന വാശിയോടുകൂടി ചെയ്യണം. അപ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ ഈ മഹാദൗത്യം അത് ലക്ഷ്യത്തിലെത്തുന്നത്. ജ്യോതിർഗമയ വിതറുന്ന വെളിച്ചം ഭാരതത്തിൻ്റെ യുവ സമ്പത്തിൻ്റെ കരുത്ത് പുതുതായി റീബിൽഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സഹായകരമാവും വിധം ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കി ആവാഹിച്ച് ഒരു രാജ്യത്തിൻ്റെ തന്ത്രമായി
നിങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹാൻഡിലായി മാറണമെന്ന് മാത്രമാണ് എനിക്ക് ഉത്തരവാദിത്വമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നലെ 24 സംപ്രേഷണം ചെയ്ത ജ്യോതിർഗമയ പ്രത്യേക ഷോ ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ വലിയ സന്ദേശമായി മാറി. ലഹരി വ്യാപനത്തെ ചെറുത്തു തോൽപ്പിക്കാൻ മികച്ച ആശയങ്ങൾ പങ്കുവച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ലൈവ് സിംപോസിയം ഈ ഗണത്തിൽ ആദ്യത്തെ ഉദ്യമമായി. പിന്നെ ലഹരിയെ തുടച്ചു നീക്കാനായിട്ട് എനിക്ക് തോന്നിയ വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ ഡി അഡിക്ഷൻ സെന്ററുകൾ, അതുപോലെ അനാഥാലയങ്ങൾ എന്നിങ്ങനെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് മാസത്തിൽ ഒരു തവണയെങ്കിലും വിദ്യാർത്ഥികളെ അവിടേക്ക് ഇടയ്ക്കൊന്ന് സന്ദർശനത്തിനായിട്ട് കൊണ്ടുപോകണം. അത് ലഹരിയെ നീക്കാൻ വലിയൊരു കാര്യമാണ്. കേരളത്തിൽ ഉടനീളമുള്ള വിദ്യാർത്ഥി സമൂഹം ജ്യോതിർഗമയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തി. കുട്ടികളെ സ്വാധീനിക്കുന്ന ഈ കലാകായിക പ്രവർത്തനങ്ങൾ വഴി ലഹരിയെ തുടച്ചു നിൽക്കാൻ നമുക്ക് പൂർണ്ണമായും കഴിഞ്ഞില്ലെങ്കിലും ഭാഗികമായെങ്കിലും നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഇനിയും 24 ന്യൂസ് ചാനലിന് ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയായി മുന്നോട്ട് വിജയകരമായി പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കരുത്തുറ്റ ചുവടുമായി 24ന്റെ ലഹരി വിരുദ്ധ പോരാട്ടം ജ്യോതിർഗമയ ജനഹൃദയങ്ങളിലേക്ക്. ന്യൂസ് ഡെസ്ക് 24. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരത്തിലോടുന്ന KSRTC സിറ്റി സർക്കുലർ ഇലക്ട്രിക് ബസ്സുകളുടെ നിരക്ക് ഇന്നു മുതൽ മാറുന്നു. ഓർഡിനറി സർവീസിന്റെ നിരക്കാകും ഇന്നു മുതൽ ഈടാക്കുക. നിലവിൽ സർക്കുലർ സർവീസിൽ മിനിമം 10 രൂപയും അത് കഴിഞ്ഞാൽ 15 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇത് ഓർഡിനറി നിരക്കായി 10, 13, 15 രൂപ എന്ന സ്ലാബിൽ മാറ്റും. 58 ഇലക്ട്രിക് ബസ്സുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ സർക്കുലർ സർവീസ് നടത്തുന്നത്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാകുമെന്നാണ് KSRTC അറിയിക്കുന്നത്. എയർ, റെയിൽ സർവീസിനൊഴികെ മറ്റെല്ലാ സിറ്റി സർക്കുലറിനും പുതിയ നിരക്ക് ബാധകമാകും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. റോഡ് മോശമായി കിടക്കുന്നതിനാൽ പാലിയേക്കര ടോൾ പിരിവ് റദ്ദാക്കണം എന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. പ്രശ്നം പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചിരുന്നു. യോഗത്തിന്റെ വിശദാംശങ്ങൾ കോടതി അറിയിക്കും. ടോൾ പിരിക്കുന്നവർ യാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡും ഒരുക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ടിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിലെ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും. മൊഴി വിശദമായി പോലീസ് പരിശോധിച്ച് വസ്തുതകളിൽ അന്വേഷണം നടത്തും. വേടന്റെ സുഹൃത്തുക്കളുടെയും പരാതിക്കാരുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം വേടന്റെ വീട്ടിൽ നിന്ന് പിടിച്ച മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇനി ഇന്നറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അറിയിപ്പുകൾ. ഇടുക്കി കോമ്പയാർ പുഷ്കണ്ടം റോഡിൽ കലുങ്ക് നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. നിർമ്മാണം പൂർത്തീകരിക്കും വരെ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് അധികൃതർ. കോട്ടയം പയ്യപ്പാടി ചീരംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ഹിന്ദി അധ്യാപകരുടെ ഒഴിവ്. ഇന്ന് രാവിലെ 10:30 സ്കൂളിലാണ് അഭിമുഖം. പത്തനംതിട്ട കോന്നി പഞ്ചായത്തിൽ വനിതകൾക്ക് യോഗ പരിശീലനത്തിനായി ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 7-ന്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ ഡെപ്യൂട്ടി ലൈബ്രറിയൻ തസ്തികയിൽ നിയമനം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 11. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭയിൽ നാളെ മുതൽ ഈ മാസം 8 വരെ ജലവിതരണം മുടങ്ങും. കൊല്ലം മോച്ചിറ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രണം. ഇനി ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. 29-ാം വയസ്സിൽ വിരമിക്കൽ ആലോചിച്ച ഇംഗ്ലണ്ട് ഫുട്ബോൾ താരം ഡെലെ അലി. ഇറ്റാലിയൻ ക്ലബ് കോമോയിൽ സ്ഥാനം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് അലിയുടെ തീരുമാനം. ബാഴ്സലോണ താരം ഫെർമിൻ ലോപ്പസിനായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രംഗത്ത് 70 ദശലക്ഷം പൗണ്ടാണ് വാഗ്ദാനം. മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി തെറ്റിയ അർജന്റീന താരം അലജാൻഡ്രോ ഗർനാച്ചോ ചെൽസിയിലേക്ക്. താരവും ക്ലബ്ബുമായുള്ള ചർച്ചകൾ പുരോഗമിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് പരമ്പര ആവേശകരമായ അന്ത്യത്തിൽ 4 വിക്കറ്റ് ശേഷിക്കെ 35 റൺസാണ് ജയത്തിനായ ഇംഗ്ലണ്ടിന് അവസാന ദിനത്തിൽ വേണ്ടത്. 10 വർഷമായി ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് ടോട്ടൻഹാമിന്റെ അവിഭാജ്യ ഘടകമായ ദക്ഷിണ കൊറിയൻ താരം സൺ ഹ്യൂമിൻ ക്ലബ്ബ് വിടുന്നു. അടുത്ത വർഷത്തേക്ക് കൂടി കരാറുണ്ടെങ്കിലും താൻ പിരിയുകയാണെന്നാണ് സൺ അറിയിച്ചത്. 2015-ൽ ജർമ്മൻ ക്ലബ് ബയർ ലെവൻകൂസനിൽ നിന്നാണ് സൺ ടോട്ടൻഹാമിലെത്തിയത്.
കൂടുതൽ വാർത്തകളിലേക്ക്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി ദീദി ദാമോദരൻ. ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരെന്ന് മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന കസേരകളിലിരിക്കുന്ന പലരും കരുതുന്നു. ആ മനോഭാവത്തിന്റെ മൗത്ത് പീസാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും ദീദി ദാമോദരൻ 24-നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ള അടൂർ സാറിനെ പോലെ ഒരാൾക്ക് ദളിതരും സ്ത്രീകളും കഴിവ് കുറഞ്ഞവരാണ് എന്ന് തോന്നിയത് അങ്ങനെ തുറന്നു പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മലയാള സിനിമ ചരിത്രം എന്ന് പറയുന്നത്. PK റോസിക്ക് അവർക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഇടം മലയാള സിനിമ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതെ അടൂർ സാറിനെ മാത്രം പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അടൂർ സാറ് സ്വാഭാവികമായിട്ട് അടൂർ സാർ മാത്രമല്ല മലയാള സിനിമ പ്രതിനിധാനം ചെയ്യുന്ന പ്രധാന ചെയറിലിരിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് സ്ത്രീകളും ദളിതരും കുറച്ച് താഴെയാണ് എന്നാണ്. ആ മനോഭാവത്തിൻ്റെ മൗത്ത് പീസാണ് നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ സംസാരിച്ചത് കേട്ടത്. ഇത് തന്നെ ശ്രീകുമാരൻ തമ്പി സാറും ചോദിച്ചു, എന്തായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഹാസത്തോടെ ആവർത്തിച്ച് ചോദിച്ചു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്ന് വായിച്ചു നോക്കാൻ, മലയാള സിനിമയിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് എന്ന് വായിച്ചു നോക്കാൻ ഇത്ര പാരമ്പര്യമുള്ള ആൾക്കാർക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമോ മാറ്റിവെക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അത് TV-യിൽ കണ്ട കുറച്ച് സെക്ഷൽ ആലിഗേഷൻസ് അല്ല എന്നും അത് ഒരുപാട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് എന്നും ഇത്ര വലിയ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മറച്ചു നോക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മലയാള സിനിമയിലെ സ്ത്രീക്ക് എന്താണ് ഇവരൊക്കെ കൊടുത്ത സ്ഥാനം എന്ന്. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ് അഗൈൻ. സലിം, ഇപ്പോൾ ദീദി ദാമോദരൻ പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾക്കും ദളിതർക്കും എതിരായ അഭിപ്രായം അങ്ങനെ പറയുന്ന ഒരൊറ്റ ആളല്ല ഇത്രയും മുതിർന്ന സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണൻ. മറ്റു പലർക്കും ഇത്തരത്തിലുള്ള നിലപാടാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കൂടി ഈ പറഞ്ഞതിൽ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്, അതല്ലേ? ഇത് ഉറപ്പായും ആ വിമർശനം അത് വലിയ നിലയിൽ തന്നെ ഈ അടൂർ ഗോപാലകൃഷ്ണനെതിരെ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അതിൽ ദീദി ദാമോദരൻ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറയുന്നത്. കടുപ്പിച്ച് പറയുന്നു എന്നുള്ളത് മാത്രമല്ല, PK റോസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ദീദി ദാമോദരൻ ഈ വിമർശനം നടത്തുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിമർശനം നടത്തുമ്പോൾ ദീദി ദാമോദരൻ പറയുന്നത് PK റോസിയോട് നീതി ചെയ്തിട്ടില്ല മലയാള സിനിമ. മലയാള സിനിമയുടെ ചരിത്രം തന്നെ ദളിതരോട് നീതികേട് കാണിച്ചതിന്റെ ചരിത്രമാണ്. മലയാള സിനിമയ്ക്ക് പിതാവുണ്ട്. ജെസി ഡാനിയലിനെ മലയാള സിനിമയുടെ പിതാവായി അംഗീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് മാതാവില്ലാത്തത്? PK റോസിയെ പല കാലങ്ങളിൽ ആ നിലയിൽ അംഗീകരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലൊരു അംഗീകാരവും ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു മലയാള സിനിമ. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ അത്ഭുതമില്ല. കാരണം മലയാള സിനിമയിൽ ഇത്തരത്തിൽ ദളിതരും സ്ത്രീകളും എന്തോ കുറഞ്ഞവരാണെന്നും കഴിവില്ലാത്തവരുമാണെന്നും ഒരു പൊതുബോധം നിലനിൽക്കുന്നുണ്ട്. ആ പൊതുബോധത്തിന്റെ മൗത്ത് പീസായി മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചതെന്നും ദീദി ദാമോദരൻ വിമർശിക്കുന്നു. മാത്രമല്ല, ശ്രീകുമാരൻ തമ്പിയെയും ദീദി ദാമോദരൻ വിമർശിക്കുന്നുണ്ട്. കാരണം ഇന്നലെ കോൺക്ലേവ് വേദിയിൽ ശ്രീകുമാരൻ തമ്പി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്തായി എന്ന് പരിഹാസത്തോടെ ചോദിച്ചിരുന്നു. അതിന് മറുപടി പറയണമെന്ന് കരുതിയതാണ്. വേദിയിൽ തന്നെ മന്ത്രി സജി ചെറിയാൻ മറുപടി പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് അദ്ദേഹത്തെ നേരിൽ കണ്ട് മറുപടി പറയാഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവർക്ക് ഒരു മണിക്കൂറോ ഒരു ദിവസമോ എടുത്ത് വായിക്കാൻ പോലും മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. അത് കഴിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. TV-യിൽ കാണുന്ന ലൈംഗിക വിഷയങ്ങൾ മാത്രമായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് ശ്രീകുമാരൻ തമ്പിക്കെതിരെ ദീദി ദാമോദരൻ ഉയർത്തിയ വിമർശനം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അടൂർ ഗോപാലകൃഷ്ണനെതിരെയാണ് രൂക്ഷമായ വിമർശനം നടത്തിയത്. വലിയ വിമർശനം സിനിമാ മേഖലയിൽ നിന്ന് ആകമാനം അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്മിത ക്രിസ്റ്റീന. യെസ്, സലിം മാലിക്കാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയെ മന്ത്രി വേദിയിൽ തന്നെ തിരുത്തിയിട്ടുണ്ടെന്ന് സജിത മഠത്തിൽ 24-നോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാതെ പുറത്തു വരുന്നതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ പ്രായമുള്ള വ്യക്തിയാണ്, പറഞ്ഞത് ഇനി തിരുത്തുക എന്നുള്ളത് സാധിക്കില്ലെന്നും സജിത മഠത്തിൽ പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇതിൻ്റെ അവസാനം അടൂർ ഗോപാലകൃഷ്ണൻ സാർ നടത്തിയൊരു പ്രതികരണം, അതിനെ അങ്ങനെ കാണുന്നത്, അതായത് പട്ടികജാതി വിഭാഗക്കാർക്ക് സബ്സിഡി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രതികരണം, അതിന് മന്ത്രി തന്നെ അതിന് തിരുത്തൽ ആ വേദിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. മന്ത്രി അതിന് തിരുത്തൽ അവിടെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അത് അത്യാവശ്യമാണ്, എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് മന്ത്രി അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
മന്ത്രി പറഞ്ഞതിനോട് സ്വാഭാവികമായിട്ടും നമ്മൾ യോജിക്കുന്നില്ല. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇത് എന്താ പറയുക, പലരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാതെ പുറത്തു വരുന്നതാണ്. പിന്നെ അദ്ദേഹം ഇത്രയും പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനെ ഇനി തിരുത്തുക എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അപ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എഴുന്നേറ്റ് നിന്ന് അതിനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു സൊസൈറ്റിയിൽ പൊതുവിലുള്ളൊരു കൺസെപ്റ്റാണ്. അത് തന്നെയാണ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ശരിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മന്ത്രി അപ്പം തന്നെ അതിനെക്കുറിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായി കാണുന്നു, വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ, ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി, ചിറക്കൽക്കുണ്ട് ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറി. വിപിൻ സി വിജയൻ ചേരുന്നു വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന്. വിപിൻ, ഈ ദൃശ്യങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതെ സ്മിത, ഇന്നലെ വൈകിട്ട് മുതലാണ് മലപ്പുറത്തും കനത്ത മഴ തുടങ്ങിയത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു. ഈ കരുവാരുകുണ്ടൊക്കെ ഒരു മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ ഒരു മലവെള്ളപ്പാച്ചിൽ അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. ഈ കൽക്കുണ്ട് ഭാഗത്തു നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാവുന്നത്. രാത്രിയോടുകൂടി തന്നെ മാമ്പറ്റ പാലത്തിനോട് ചേർന്ന് അത്രയും ഉയരത്തിൽ തന്നെ വെള്ളം വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ പാലം കരകവിഞ്ഞ് വെള്ളം ഒഴുകിയെത്തിയത്. അപ്പോൾ വലിയ മരത്തടികളും ചെളി നിറഞ്ഞ വെള്ളവുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളത് ഇപ്പോൾ ആ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും മലപ്പുറത്ത് മഴയ്ക്ക് കാര്യമായിട്ടുള്ളൊരു ശമനമുണ്ട്. ഇന്നലെ ഇടതടവില്ലാതെ മഴ എന്നുള്ളതായിരുന്നു നിലവിലെ സാഹചര്യം. അപ്പോൾ ഇതോടുകൂടി തന്നെ ആ സമീപ പ്രദേശങ്ങളിലെ മാമ്പറ്റ പാലത്തിനോടൊക്കെ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. വലിയ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല. എങ്കിൽ പോലും അവിടെ പഞ്ചായത്തിന്റെ അധികൃതരൊക്കെ എത്തി ഒരു നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് മാറി താമസിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നുള്ളതും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മഴയ്ക്ക് ശമനം എന്നുള്ളത് മാത്രമാണ് അല്പം ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം. സ്മിത. വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടൂർ ഗോപാലകൃഷ്ണൻ അധിക്ഷേപിച്ചതായി തോന്നിയില്ലെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ 24-നോട് പറഞ്ഞു. അടൂർ പറയാൻ ഉദ്ദേശിച്ചത് പ്രായോഗിക പരിശീലനം എല്ലാവർക്കും ലഭിക്കണമെന്നാണ്. പറഞ്ഞപ്പോൾ വ്യതിചലിച്ചോ എന്ന് സംശയം. SC/ST എന്ന് എടുത്തു പറഞ്ഞതാണ് വിവാദമാകാൻ കാരണം. പ്രസ്താവന ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നും സന്തോഷ് കീഴാറ്റൂർ 24-നോട് പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. അതേ വേദിയിൽ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ മഹത്തായ ഒരു സിനിമ പ്രവർത്തകൻ അത്തരത്തിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡിയെപ്പറ്റി അഭിപ്രായം ഉന്നയിക്കുന്നതും വേദിയിൽ തന്നെ അതിൽ തിരുത്തുണ്ടാകുന്നു. അല്ല, അതെന്താ അറിയോ, ഒരുപക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ കേട്ടതാണ്. അങ്ങനെ അധിക്ഷേപിച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഈ സ്ത്രീകൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, സ്ത്രീ സംവിധായകരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക, സ്ത്രീകൾ കൂടുതൽ സിനിമാ രംഗത്തേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം 1.5 കോടി കൊടുക്കുന്ന പ്രൊജക്റ്റുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ SC/ST പെട്ടവർക്ക് ഒക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു, പ്രായോഗിക പരിശീലനം എല്ലാവർക്കും കിട്ടണം. ആ പ്രായോഗിക പരിശീലനം കിട്ടിയാൽ മാത്രമേ ഒരു നല്ല സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് സാർ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരുപക്ഷെ സാർ പറയുന്നതിൻ്റെ അങ്ങനെ കോണ്ടക്സ്റ്റ് മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അത് പിന്നെ സാറിൻ്റെ ഒരു പ്രായവും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആരെയും എന്താ പറയുക അങ്ങനെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിലൊന്നും അല്ല സാർ പറഞ്ഞിരിക്കുന്നത്. 100% ഉറപ്പാണ്. അല്ല, അത് അദ്ദേഹമാണല്ലോ പറഞ്ഞത്, അത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ കോൺക്ലേവിൻ്റെ പ്രസക്തി കുറഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം നിങ്ങൾ അത് മാത്രം എടുത്ത് വാർത്തകളാക്കുന്നതും ശരിയല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭിന്നശേഷിക്കാർക്ക് പോലും സിനിമകൾ ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ മുന്നിട്ടിറങ്ങുന്നു എന്ന് പറയുന്ന മഹത്തരമായ തീരുമാനങ്ങൾ ഈ കോൺക്ലേവിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. അപ്പോൾ അതിനിടയിൽ ഇത് മാത്രം അടർത്തി മാറ്റിക്കൊണ്ട് ഒരു വിവാദത്തിലേക്ക് പോകുന്നതും ശരിയല്ല. സാർ അങ്ങനെ പറഞ്ഞുപോയി. അത് ഒഴിവാക്കപ്പെടേണ്ട പരാമർശമായിരുന്നു. അതിലാർക്കും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. അത് 2 ദിവസത്തെ കോൺക്ലേവ് അതേ പ്രാധാന്യത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങീ പറഞ്ഞ ഭിന്നശേഷിക്കാരുടെ വിഷയമാകട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കുട്ടികൾക്കുള്ള ഫിലിം ഫെസ്റ്റിവൽ ആകട്ടെ, ടെലിവിഷൻ അക്കാദമി ആകട്ടെ, അതെല്ലാം പോസിറ്റീവായി തന്നെ മാധ്യമങ്ങൾ സ്വീകരിക്കണം. പക്ഷേ അടിസ്ഥാന വർഗത്തിന് 1.5 കോടി രൂപ സിനിമ എടുക്കുന്നതിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ലോക പ്രശസ്ത സിനിമാ സംവിധായകൻ നടത്തിയ വിമർശനം അത് ഒഴിവാക്കേണ്ടതിരുന്നില്ല എന്നുള്ളത്. അല്ല, അദ്ദേഹം പറഞ്ഞത് ഇതാണ്, പൈസ കൊടുക്കണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഫണ്ട് വാങ്ങി സിനിമ ചെയ്യുന്നവർ അവർക്ക് പ്രായോഗിക പരിശീലനം,
സിനിമാ സംവിധാനത്തിൽ കൂടുതൽ പ്രായോഗിക പരിശീലനം കൊടുക്കണം എന്നൊരു വാക്കും കൂടി അവർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതിൽ SC/ST എന്ന് എടുത്തു പറഞ്ഞതാണ് ഈ പറഞ്ഞ വിവാദത്തിന് കാരണം. അവർക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കണം. പിന്നെ ഫണ്ട് കൊടുക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരുപക്ഷെ ഫണ്ട് 50 ലക്ഷത്തിനും 15 ലക്ഷത്തിനും 25 ലക്ഷത്തിനൊക്കെ സിനിമ ചെയ്തു കാണും. ഇന്ന് എന്താ പറയുക, നമ്മുടെ പ്രൊഡക്ഷൻ രീതിയൊക്കെ മാറി. പണ്ടത്തെ പോലെയൊന്നും ചെറിയ പൈസക്കൊന്നും സിനിമ ചെയ്യാൻ സാധിക്കില്ല. എല്ലാത്തിനും വില കൂടി. അപ്പോൾ ആ 1.5 ലക്ഷത്തിന് ഇത്ര പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞതൊന്നും അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു. ഒരുപക്ഷെ അത്രയും വലിയ ഒരു ലോകപ്രശസ്തനായ സംവിധായകരിൽ നിന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ അതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം, ഒരു സിനിമ നയം രൂപീകരിക്കുമ്പോൾ, പക്ഷേ സാർ അതിന് മുമ്പേ ഒരു വലിയ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. ഈ ഒരു അനാവശ്യമായ ഒരു പ്രയോഗത്തിലേക്കും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ മാനിക്കുന്നു. അദ്ദേഹം അത്രയും നമ്മുടെ മലയാള സിനിമയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഒരു സംവിധായകനാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ആരും അപഹസിക്കാൻ പറഞ്ഞതായി തോന്നുന്നില്ല. പക്ഷെ ഒഴിവാക്കപ്പെടേണ്ട ഒരു പരാമർശം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ, അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ പേരിൽ കോൺക്ലേവിൻ്റെ നിറം മങ്ങിപ്പോകാൻ പാടില്ല. തുറന്ന സംവാദങ്ങൾ പ്രശ്നപരിഹാരത്തിന് വഴിവെക്കുമെന്ന് സംവിധായിക അഞ്ജലി മേനോൻ. സിനിമാ മേഖലയിൽ 75-ലധികം സംഘടനകൾ ഉണ്ടെന്നറിയുന്നത് ഇപ്പോഴാണെന്നും അഞ്ജലി മേനോൻ പറഞ്ഞു. സിനിമാ നയം വന്നതുകൊണ്ട് മാത്രം മാറ്റം വരില്ല. സിനിമാ മേഖലയിലുള്ളവർ എല്ലാവരും ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാറ്റം വരുമെന്നും അഞ്ജലി മേനോൻ 24-നോട് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇത്തരത്തിലിരുന്നിട്ടുള്ളൊരു ഓപ്പൺ ഡിസ്കഷനാണ്. അതാണ് ഇവിടെ ആവശ്യമുള്ളത്. പല സംഘടനകളുണ്ട്, പല വ്യക്തികളുണ്ട്, അവർക്ക് പല ഇഷ്യൂസ് ഉണ്ട്. അവർക്ക് സംസാരിക്കാനുള്ള ഇതുവരെ സ്പേസസ് ഉണ്ടായിരുന്നില്ല. അവർക്കൊരു സ്പേസ് കൊടുക്കുക, അവരുടെ വാക്കിന് വില കൊടുക്കുക, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 75 സംഘടനകൾ ഇവിടെ ഉണ്ടെന്ന് നമ്മളിപ്പോഴാണ് അറിയണത്. അപ്പോൾ അത്രയും സംഘടനകൾ ഇവിടെ വന്ന് അതേപോലെ കമ്മിറ്റിയെ മീറ്റ് ചെയ്തിട്ട് അവരുടെ ആശയങ്ങളൊക്കെ മുന്നിൽ വെച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതുവരെ നടക്കാത്തതാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ മാറ്റം വരെ വെറും നയം വന്നതുകൊണ്ടോ ഒരു നിയമം വന്നുകൊണ്ടോ അല്ല. ഇത്തരത്തിൽ എല്ലാ സിനിമ മേഖലയിൽ ജോലിയെടുക്കുന്ന എല്ലാവരും ഒരേ സ്പേസസിലെത്തുക, അവർ തമ്മിൽ സംസാരിക്കുക, അങ്ങനെ തമ്മിൽ മനസ്സിലാക്കുമ്പോഴാണ് മാറ്റം ശരിയായി വരിക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്തു നിന്ന് ഡോക്ടർ A. അബ്ദുൽ ഹക്കീം ഇന്ന് വിരമിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവുൾപ്പെടെ നിർണായക വിധികൾ പ്രസ്താവിച്ച വിവരാവകാശ കമ്മീഷണറാണ് ഹക്കീം. കോടതികൾ വിവരാവകാശ നിയമത്തിന് പുറത്തല്ല, PSC മാനുവൽ രഹസ്യരേഖയല്ല, ഫയൽ കാണാനില്ല എന്ന മറുപടി പാടില്ല തുടങ്ങി നിരവധി ഉത്തരവുകൾ അബ്ദുൽ ഹക്കീം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് B. രാകേഷ്, സാന്ദ്ര തോമസ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ, സജി നന്ദ്യാട്ട് തുടങ്ങി നിരവധി പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടിയായിരിക്കും സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപമാകുക. നിർമ്മിച്ച സിനിമകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ബൈലോ പ്രകാരം സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള സാധ്യതയുമുണ്ട്. ഈ മാസം 14-ന് കൊച്ചിയിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലായിരിക്കും തെരഞ്ഞെടുപ്പ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു 8ാം ക്ലാസ്സുകാരനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ആഗ്രഹങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും 2 തവണയായി ബാധിച്ച അർബുദം വില്ലനായി. ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ശസ്ത്രക്രിയയ്ക്കായി 40 ലക്ഷത്തിലധികം രൂപ വേണം. പണം സ്വരൂപിക്കാനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ സഞ്ജയും കുടുംബവും. എനിക്ക് എൻ്റെ രാജ്യത്തെ സേവിക്കണം, എൻ്റെ അച്ഛനും അമ്മയും നോക്കണം. എനിക്ക് അസുഖമൊക്കെ മാറിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കാനും കളിക്കാനൊക്കെ പോകണം ആഗ്രഹിച്ചിരുന്നത് തന്നെ. പിന്നീട് ഈ അസുഖം വന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. നടക്കാനൊന്നും പറ്റണ്ട, പാടാണ്. വിരലൊക്കെ ഭയങ്കര വേദനയാണ്. പഠിച്ച് പട്ടാളക്കാരനാകണം, രാജ്യത്തെ സേവിക്കണം, അച്ഛനെയും അമ്മയെയും കഷ്ടപ്പെടുത്തരുത്.
കൂട്ടുകാരുമൊത്ത് പുറത്തു പോകണം. ചോർന്നൊലിക്കുന്ന വാടക വീട്ടിൽ നിന്ന് സഞ്ജയ് സ്വപ്നം കാണുകയാണ്. തൊട്ടടുത്ത് രോഗക്കിടക്കയിൽ നിന്ന് പേപ്പറുകൾ കൊണ്ട് നിർമ്മിച്ച 2 മുറികളുള്ള വീട് കാണാം. അവന്റെ സ്വപ്നത്തിലേതുപോലെ. ലക്ഷ്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കടമ്പകൾ കുറച്ചധികം കടക്കേണ്ടതുണ്ട് ഈ കുരുന്നിന്. അർബുദം ബാധിച്ച് കിടപ്പിലാണ് സഞ്ജയ് ഇപ്പോൾ. 2019 ആദ്യമായി രക്താർബുദം കണ്ടെത്തുന്നത്. രോഗം മാറിയെങ്കിലും മാസങ്ങൾക്ക് മുൻപേ അർബുദം വീണ്ടും വില്ലനായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഒരു അതായത് മജ്ജ മാറ്റി വയ്ക്കുന്നത് മാത്രമേ അവൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളൊരു മാർഗമുള്ളൂ, അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു റേഷൻ കടയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഇനി അവന് വയ്യാതായതിനു ശേഷം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ നിന്ന് പോയി അന്വേഷിച്ച് വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഒരു 40 ലക്ഷം രൂപയോളം ആവുമെന്നാണ് അവർ പറയുന്നത്. മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ജീവിതത്തിലേക്ക് തിരികെ കയറാനുള്ള ഏക വഴിയെന്ന് ഡോക്ടർമാർ വിധിയെഴുതി കഴിഞ്ഞു. ഇളയ സഹോദരി മജ്ജദാനം ചെയ്യാൻ തയ്യാറാണെങ്കിലും ചികിത്സയ്ക്കായി വേണ്ടത് ഭീമമായ തുകയാണ്. കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയ്ക്കും എത്ര സ്വരുക്കൂട്ടിയാലും ആ തുകയിലേക്ക് എത്താൻ കഴിയില്ല. അങ്കിളെ, എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുതൽ വാസ്തവത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ളതിലേക്ക് നമുക്ക് ഉറക്കം വരുന്നില്ല. ഈ കുടുംബം സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത കുടുംബമാണ്. വർഷങ്ങളായി വാടക വീട്ടിലാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ സഹായം പൂർണ്ണമായും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട്. പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് സഞ്ജയുടെ പ്രായം. പ്രായത്തിനേക്കാൾ അധികം ആത്മവിശ്വാസമുണ്ട്. അസുഖം ഭേദമായി തിരിച്ചു വരണമെന്നുണ്ട്. ചികിത്സയ്ക്കായി ആവശ്യമുള്ള 40 ലക്ഷത്തിലധികം രൂപ കണ്ടെത്താനായാൽ ഈ കുരുന്നിന് പുതുജീവൻ ലഭിക്കും. അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബവും നാട്ടുകാരും. അവന്റെ യാത്രയിൽ നമുക്കും അണിചേരാം. തിരുവനന്തപുരം. കുഞ്ഞിന് ജീവിതത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ, ഊർജ്ജസ്വലനായി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ശസ്ത്രക്രിയ അടിയന്തരമായി വേണം. അതിന് 40 ലക്ഷത്തിലേറെ രൂപ വേണം. നമുക്കെല്ലാവർക്കും സുമനസ്സുകൾക്ക് ഒന്നിച്ചു നിന്നാൽ പെട്ടെന്ന് തന്നെ ആ പൈസ അത് സ്വരൂപിക്കാനാകും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്കും നമുക്ക് മുന്നിലേക്കും ഒരുമിച്ചാണ് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. അത് കോട്ടയത്ത് നിന്നുള്ള ഒരു മഴ മുന്നറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മീനച്ചിലാറിന്റെ ജലനിരപ്പ് ഉയരുകയാണ്. തലനാട് പഞ്ചായത്തിൽ 130 മില്ലിമീറ്റർ അധികം മഴയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണം. ഒപ്പം തന്നെ ആതിരപ്പള്ളിയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ആതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ന് അടച്ചിടും. അവിടത്തേക്ക് ആരും പോകരുതെന്ന മുന്നറിയിപ്പുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൃഷിനാശം സംഭവിച്ചയിടങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ തേടുകയാണ് ദുരന്തബാധിതർ. ദുരന്തം നടന്ന 1 വർഷമായിട്ടും കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല. ദുരന്തം നടന്ന് 1 വർഷം പിന്നിട്ടു. ഇപ്പോഴും തീരുമാനമായിട്ടില്ല ചൂരൽമലയിലേതടക്കമുള്ള കൃഷിഭൂമിയുടെ വീണ്ടെടുപ്പ്. 100 ഏക്കറോളം ഭൂമിയാണ് കൃഷിയോഗ്യമാക്കേണ്ടത്. ചെറുകിട കർഷകർ മുതൽ വൻകിട കർഷകർ വരെ 140-ലേറെ പേർക്ക് സാമ്പത്തിക സഹായം ലഭ്യമാകേണ്ടതുണ്ട്. കൃഷിഭൂമിയിലടിഞ്ഞ പാറകളും മണ്ണും മരത്തടികളും നീക്കേണ്ടതുണ്ട്. ഈ നടപടിക്ക് വേഗമില്ലെന്നാണ് ഉയരുന്ന പരാതി. നിലവിൽ കർഷകർക്ക് അവരുടെ ഭൂമി ഒരുക്കി കൊടുക്കണം. ഈ സമയത്ത് നടക്കുള്ളൂ. മഴക്കാലത്താണ് അവർക്ക് ഈ ചെടികളും കാര്യങ്ങളും മറ്റുള്ള വിത്തുകളൊക്കെ ഈ ഭൂമിയിലേക്ക് ഇടാൻ കഴിയുള്ളൂ. വേനലിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കരിഞ്ഞു പോകുന്നൊരവസ്ഥയുള്ളത്. പോരാത്തതിന് ഗവൺമെന്റ് വേണ്ട രീതിയിൽ കർഷകരെ ശ്രദ്ധിക്കുന്നുള്ള ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഇതിലും നടപടികൾ ഉണ്ടാകണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. എല്ലാത്തിലും അവർക്ക് കാർഷിക ലോണുകളുണ്ട്. അത് നമ്മൾ നാഷണലിസ്റ്റ് ബാങ്ക് ആയാലും ശരി, കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും ശരി, പ്രൈവറ്റ് ബാങ്ക് ആയാലും ശരി, മറ്റുള്ള ഏത് ബാങ്കിൽ കർഷകരുടെ അതിൻ്റെതായ കടങ്ങൾ തീർക്കാൻ ഇതുവരെ ഒരു ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചില്ല. അതും കൂടി ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചൂരൽമല ബെയിലി പാലം മുതൽ ഡാം സൈറ്റ് വരെയുള്ള ഭാഗത്ത് കൂറ്റൻ പാറകളില്ല. മരത്തടികളും മണലുമാണ് അടിഞ്ഞിട്ടുള്ളത്. ഇത് വേഗത്തിൽ നീക്കം ചെയ്യാൻ കഴിയുന്നതാണ്. ഈ നടപടിക്ക് വേഗമുണ്ടാകണമെന്നും ആവശ്യം. 24 വയനാട്.
എറണാകുളത്തിന്റെ അൻപുള്ള നൻപൻ ജില്ലാ കളക്ടർ ഡോക്ടർ NSK ഉമേഷ് പടിയിറങ്ങുകയാണ്. 2 വർഷം മുൻപ് അധികാരമേറ്റ ഉമേഷ് താരതമ്യങ്ങളില്ലാത്ത വികസന നേട്ടമാണ് എറണാകുളത്തിന് സമ്മാനിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായാണ് NSK ഉമേഷിന്റെ പുതിയ നിയമനം. കൊച്ചിയുടെ ഉള്ളിലെ തീയണയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഓടിയെത്തിയ ജനകീയ മുഖം. കേരളം അതുവരെ കാണാത്ത ഒരു ദുരന്തം കൈകാര്യം ചെയ്യുക എന്ന ദൗത്യവുമായാണ് NSK ഉമേഷ് ജില്ലാ കളക്ടറുടെ ചുമതലയേൽക്കുന്നത്. കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം തീപിടുത്തം നേരിട്ടതിൽ ഉമേഷിന്റെ നേതൃപാടവവും ഏകോപനശേഷിയും നിർണായകമായിരുന്നു. താരതമ്യങ്ങളില്ലാത്ത ഒരുപിടി നേട്ടങ്ങളും വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റിയ ഇടപെടലുകളും സൗമ്യവും സൗഹാർദ്ദപരവുമായ പ്രവർത്തന രീതിയുമാണ് ജില്ലാ കളക്ടർ NSK ഉമേഷിനെ കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയത്. മാർച്ച് 2023 ചാർജ് എടുത്ത് ഇപ്പോൾ ജൂലൈ 25 ഓഗസ്റ്റ് 25 ഈ 2.5 years വളരെ മെമ്മോറബിൾ. കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, കുറേ ഡെവലപ്മെൻറ്റൽ വർക്ക്സ്, കുറേ കോർഡിനേഷൻ ആൻഡ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സോട് വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു ദൗത്യമായിരുന്നു. ബട്ട് അത് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു. ഓഫ് കോഴ്സ് ഐ വിൽ മിസ് എറണാകുളം a lot, but at the same time it has been a great ride in 2.5 years. കളമശ്ശേരി ബോംബ് സ്ഫോടന വിഷയവും കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്തുകളും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും റീസർവേയും ലോക്സഭാ തെരഞ്ഞെടുപ്പും കൊച്ചിയിലെ കനാൽ നവീകരണവുമെല്ലാം NSK ഉമേഷിന്റെ കർമ്മശേഷിയെ ഊട്ടിയുറപ്പിച്ചു. 2 വർഷവും 5 മാസവും പിന്നിട്ട് ഉമേഷ് പദവിയൊഴിയുന്നതും സിവിൽ സർവീസിലെ ജനകീയ മുഖം എന്ന പേര് സമ്പാദിച്ചാണ്. 2025 സംസ്ഥാന റവന്യൂ അവാർഡിൽ സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടത് NSK ഉമേഷ് ആയിരുന്നു. എറണാകുളം എന്നും തന്റെ ഹൃദയത്തിലുണ്ടെന്ന് NSK ഉമേഷ്. ഇനി എനിക്ക് 25 years ഓഫ് സർവീസ് ഉണ്ട്. പക്ഷേ എത്ര പോസ്റ്റ് കിട്ടിയാലും കളക്ടർ പോസ്റ്റ് പോലെ വരില്ല. സോ ഐ മിസ് എറണാകുളം a lot. സമൂഹ മാധ്യമങ്ങളിലും താരമായിരുന്നു ഉമേഷ്. പാലക്കാട് നിന്ന് സ്ഥലം മാറിയെത്തുന്ന G പ്രിയങ്കയാണ് എറണാകുളത്തിന്റെ പുതിയ ജില്ലാ കളക്ടർ. പുതിയ ജില്ലാ ഭരണാധികാരി എത്തുന്ന മുറയ്ക്ക് NSK ഉമേഷ് സ്ഥാനമൊഴിയും. 24 കൊച്ചി. ഇനി ചില ദേശീയ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ബംഗളൂരു മെട്രോ യെല്ലോ ലൈൻ ഈ മാസം 10 മുതൽ RV റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെയാണ് യെല്ലോ ലൈൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇലക്ട്രോണിക് സിറ്റി വഴിയാണ് യെല്ലോ ലൈൻ പ്രവർത്തിക്കുന്നത്. മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസിനുള്ള നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പദ്ധതി യാഥാർത്ഥ്യമായാൽ 2 നഗരങ്ങൾക്കിടയിലുള്ള യാത്രാസമയം വെറും 2 മണിക്കൂർ 7 മിനിറ്റായി കുറയുമെന്നും മന്ത്രി. ഹരിയാനയിൽ പങ്കാളിയെ കുത്തിക്കൊലപ്പെടുത്തി യുവതി. മരിയവ സ്വദേശിയായ 42-കാരൻ ഹരീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഹരീഷിന്റെ മറ്റൊരു പങ്കാളിയും അശോക് വിഹാർ സ്വദേശിയുമായ യഷ്മീത് കൌറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 179ആയി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് മാണ്ഡി, കുളു, ചമ്പൽ ജില്ലകളിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ മുന്നണി. ഈ മാസം 8-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ പാർട്ടികൾ പ്രകടനം നടത്തും. കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ കനത്ത മഴ. തീക്കോയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു. മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയരുകയാണ്. റാഫി കരീം ചേരുന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. റാഫി, വലിയ മഴയാണ്, ശക്തമായ മഴ പെയ്യുന്നു. ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? പറയൂ കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ ആരംഭിച്ചത്. ഇന്നലെ രാത്രിയിലെല്ലാം മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. നഗരമേഖലയിൽ മഴ കുറവായിരുന്നു. എന്നാൽ മലയോര മേഖലയിലാണ് വ്യാപകമായി മഴ ലഭിച്ചത്. 100 മില്ലിലിറ്റർ മുതൽ 150 മില്ലിമീറ്റർ വരെ മഴ ഇന്നലെ രാത്രിയിൽ മലയോര മേഖലയിൽ ലഭിച്ചിട്ടുണ്ട്. ഈ മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശക്തമായ മഴ മീനച്ചിൽ താലൂക്കിലെ തലനാട്, മേലെടുക്കം, പാതാമ്പുഴ, തിടനാട്, അടിവാരം, തീക്കോയി എന്നീ മേഖലയിലാണ് ഇന്നലെ ശക്തമായ മഴ ലഭിച്ചത്. ഇതിൽ തലനാട് പഞ്ചായത്തിൽ മാത്രം 130 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രാത്രി രേഖപ്പെടുത്തിയത്. ഈ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. തീക്കോയ് മേഖലയിൽ മണ്ണിടിഞ്ഞ് വീണ് വീടിന് വ്യാപകമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഏരിയേറ്റുംപാറ തങ്കച്ചിൻ്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഈ സമയത്ത് വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ സമീപത്തുള്ള വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീക്കോയ്
തീക്കോയിലും മണ്ണിടിഞ്ഞ് വീണ് വീടിന് തകരാർ സംഭവിച്ചിട്ടുണ്ട്. തീക്കോയി പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. ഇവരെ ഷാജി കുന്നുമൽ എന്നാണ് ഇയാളുടെ പേര്. ഇവരെയും സമീപത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ പാല വൈക്കം റോട്ടിൽ മണലിൽ പാലത്തിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മീനച്ചിലാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടത്തോടുകളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇടത്തോടുകളെല്ലാം കരകവിഞ്ഞൊഴുകുന്നൊരു സ്ഥിതിയുണ്ട്. രാവിലെയോടെ ഈ മേഖലയിൽ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിട്ടുണ്ട്. നഗരമേഖലയിൽ രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലയിലാണ് മഴയ്ക്കൊരു ശമനമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്നും ജില്ലയിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. നഗരമേഖലയിലും ഒപ്പം തന്നെ ഗ്രാമമേഖലയിലും ഇന്ന് ശക്തമായ മഴ. കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരവും പാറക്കല്ലും വീണുണ്ടായ തടസ്സം നീക്കി നേര്യമംഗലം റാണിക്കല്ലിന് സമീപം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി ലാൽകൃഷ്ണനാണ് ചേരുന്നത്. ലാൽകൃഷ്ണൻ, ഗതാഗത തടസ്സം പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിലവിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഈ വലിയ രീതിയിൽ മരവും പാറക്കെട്ടുകളും ഇടിഞ്ഞു വീണത്. രാത്രി 9 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അടിമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സിന് എത്താൻ പാടായതുകൊണ്ട് കോതമംഗലത്ത് നിന്നാണ് ഫയർഫോഴ്സ് എത്തിയത്. അവരെത്തി മരം പൂർണ്ണമായും നീക്കി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. പക്ഷെ പാറക്കല്ലുകൾ പൂർണ്ണമായിട്ടും നീക്കാൻ അവരെക്കൊണ്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ്, ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഈ വിവരം അറിയിക്കുകയും അവർ ഈ പാറക്കെട്ട് നീക്കാനായി യന്ത്രസാമഗ്രികളുമായി എത്തി സൈഡിലേക്ക് നീക്കിയായിരുന്നു. ഭാഗികമായി റോഡ് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗതാഗതം യോഗ്യമാണ് ആ ഭാഗം ഇപ്പോൾ. പക്ഷേ വലിയ രീതിയിൽ ഇനിയും അപകട സാധ്യത ആ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഗതാഗതത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. മഴയ്ക്ക് നേരി ശമനം ഇപ്പോൾ നിലവിൽ ജില്ലയിലുണ്ട് എങ്കിൽ പോലും പലയിടങ്ങളിലും ഇന്നലെ പെയ്ത മഴയുടെ തീവ്രത അനുസരിച്ച് മലവെള്ളപ്പാച്ചിലടക്കമുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിൽ തന്നെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കൂടി യാത്ര ചെയ്യണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നു. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.